കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ MLA എന്ത് ചെയ്തു? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഭരിച്ച 5 വർഷ കാലയളവിൽ വിവാദങ്ങൾക്കപ്പുറം വികസനം വല്ലതും നടന്നിട്ടുണ്ടോ? നോക്കാം പാലക്കാട് മണ്ഡലത്തിന്റെ സ്ഥിതി. 2011 മുതൽ തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 15 വർഷ കാലയളവിൽ മണ്ഡലത്തിൽ MLAമാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താണ് വോട്ടർമാർക്ക് പറയാനുള്ളത്? വിശദമായി പരിശോധിക്കാം. പാലക്കാട് മുനിസിപ്പാലിറ്റിയും കണ്ണാടി, പിരായിരി, മാത്തൂർ എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. രൂപീകൃതമായതിനു ശേഷം നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ 13 തെരഞ്ഞെടുപ്പുകളിലും UDFിനൊപ്പവും 4 തെരഞ്ഞെടുപ്പുകളിൽ LDFിനുമൊപ്പമാണ് മണ്ഡലം നിന്നത്. ഒപ്പം 2001-ൽ 12,159 വോട്ട് മാത്രമുണ്ടായിരുന്ന BJPക്ക് ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കുത്തനെ കൂടി. മെട്രോമാൻ ശ്രീധരൻ എന്ന ഭാരതം കണ്ട ഏറ്റവും വലിയ ടെക്നോക്രാറ്റിലൂടെ 1,00,000-ലേറെ വോട്ടുകൾ നേടി വിജയത്തിന്റെ തൊട്ടരികിൽ വരെ എത്തി BJP. എന്നാൽ കാലങ്ങളായി ഭരിച്ചിട്ടും മണ്ഡലത്തിൽ കാര്യമായി യാതൊരു വികസനവും UDF നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. മാത്രമല്ല 3 ടേം ഷാഫി പറമ്പിൽ തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് ഇടയ്ക്ക് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുത്തിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചുവെങ്കിലും MLAക്കെതിരെ നിരവധി സ്ത്രീകളുടെ പീഡന പരാതികൾ കൂടി ഉയർന്നതോടെ മണ്ഡലം വിവാദങ്ങളുടെ കൂത്തരങ്ങായി മാറി. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ എന്ന പ്രഖ്യാപനവുമായി 10 വർഷം മുമ്പാണ് ഷാഫി പറമ്പിൽ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷന് തറക്കല്ലിട്ടത്. ഷാഫി മാറി രാഹുൽ വന്നപ്പോഴും പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാവുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ കേരളത്തിൽ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഡിജിറ്റൽ ആയില്ല എന്ന് മാത്രമല്ല, വലിയ ദുരിതമാണ് സ്കൂളിൽ കുട്ടികൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ മോയിൻസിൽ 75ഓളം പ്രൊജക്ടറുകൾ 2 വർഷമായി ഒരു ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം പോലും MLA ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്ത സാധനം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും MLA മെനക്കെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോഴും 10 വർഷം പുറകിലാണ്. ഈ പദ്ധതി വിഭാവനം ചെയ്ത സമയത്ത് സാങ്കേതികവിദ്യ തന്നെ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ ഇവിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ കാലഹരണപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സാണ്. ഇന്ന് AI വിപ്ലവമാണ് ലോകമെമ്പും നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ AI ഫെസിലിറ്റീസുള്ള ഡിജിറ്റൽ ബോർഡുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10 വർഷം മുന്നേയുള്ള പ്രൊജക്ടറുകളും ഡിസ്പ്ലേ ബോർഡ്സുമാണ് ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുപോലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അന്യമായിരിക്കുകയാണ്. നിലവിലൊരു പ്രൊജക്ട് ഉള്ളതുകൊണ്ട് മറ്റ് പ്രൊജക്ടുകളൊന്നും വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ പോലും ഈ സ്കൂളിന് ഇപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നിലവിലെ MLA ആണ്. നഗരത്തിൽ ടൗൺ ഹാൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു ഷാഫി പറമ്പിൽ പൊളിച്ചിട്ടത്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറവും നിർമ്മാണം എങ്ങുമെത്തിയിട്ടില്ല. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയമാണെങ്കിൽ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച് നിർമ്മിച്ച KSRTC ബസ് സ്റ്റാൻഡിൽ അശാസ്ത്രീയ നിർമ്മാണം മൂലം ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് തന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് പാലക്കാട് നഗരസഭയിലെ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ KSRTCയിലെ പണികൾ പാതി വഴിയിൽ തന്നെയാണ് കിടക്കുന്നത്. ശൗചാലയങ്ങളായിക്കോട്ടെ, ബസ്സുകൾക്കുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളായിക്കോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊതുജനത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് KSRTCയുടെ നവീകരണം ഉണ്ടായിരുന്നത്. അതിനുള്ള സമരപരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയും അസൗകര്യങ്ങളിൽ പൊറുതിമുട്ടുകയാണ്. തൊട്ടടുത്തുള്ള സിന്തറ്റിക് ട്രാക്ക് കായിക പ്രതിഭകൾക്ക് ഏറെ ഉപകാരപ്രദമാണെങ്കിലും
അവർക്ക് ഒന്ന് മൂത്രമൊഴിക്കാനോ വസ്ത്രം മാറാനോ പോലുമുള്ള സൗകര്യങ്ങളില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ഷാഫി പറമ്പിലും രാഹുലും പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും കാട് കയറിയ നിലയിലാണ് സിന്തറ്റിക് ട്രാക്ക്. ആ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് അതിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ പാലക്കാടിനൊരു മെഡിക്കൽ കോളേജ് എന്ന് കാലങ്ങളായുള്ള ഒരു ആവശ്യമായിരുന്നു. ആ പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം മെഡിക്കൽ കോളേജ് വന്നു. ദീർഘകാലം അത് വെറും കെട്ടിടങ്ങൾ മാത്രമായി. ഇന്നും കഴിഞ്ഞ വർഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ മെഡിക്കൽ കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും നിരന്തരമായ സമരം ചെയ്തിരുന്നു. വളരെ ദയനീയമായൊരു സാഹചര്യം എന്ന് പറയുന്നത് ആ പാലക്കാട് മെഡിക്കൽ കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരാവശ്യപ്പെട്ടതിലെ പ്രധാന ഒരു വിഷയം അവർക്ക് പ്രാക്ടിക്കൽ അതിനുവേണ്ടി പരീക്ഷണം നടത്തുന്നുണ്ട്. അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സാമും അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. ഇന്നും പാലക്കാട് മെഡിക്കൽ കോളേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുരുതരമായ ശസ്ത്രക്രിയകൾ ചെയ്യുന്നതിനോ മറ്റ് പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കോ ഇന്നും മറ്റു സ്ഥലങ്ങൾ കോയമ്പത്തൂരിനെയോ തൃശ്ശൂരിനെയോ ആശ്രയിക്കേണ്ട സാഹചര്യം മാത്രമാണ് ഇന്നും പാലക്കാടിനുള്ളത്. സിന്തറ്റിക് ട്രാക്ക് ഇവിടെ വലിയ രീതിയിൽ പാലക്കാട് കായിക പ്രതിഭകളെ നിരവധിയായ കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത പാലക്കാട് സിന്തറ്റിക് ട്രാക്കിനകത്ത് അവിടുത്തെ കായിക താരങ്ങൾക്ക് വസ്ത്രം മാറുന്നതിന് പോലും ഒരു ഡ്രസ്സിംഗ് റൂമോ ഒരു ശുചിമുറിയോ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ പോരായ്മ പാലക്കാട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് തൊട്ടടുത്തുള്ള പിരായിരി പഞ്ചായത്തിൽ നല്ലൊരു കളിസ്ഥലം, പുതിയ കല്യാണ മണ്ഡപം, റോഡ് വികസനം, പൊതുശ്മശാനം തുടങ്ങിയവയെല്ലാം ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും വാഗ്ദാനമായിരുന്നു. എന്നാൽ ഒന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിന് മുമ്പ് ഷാഫി പറമ്പിൽ MLA ആയിരുന്ന കാലഘട്ടത്തിൽ പിരായിരി ഗ്രാമപഞ്ചായത്തിനൊരു കളിസ്ഥലം അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ് 5 കോടി രൂപ പാസ്സാക്കി എന്നും പറഞ്ഞിട്ടൊരു പ്രചാരണം ഉണ്ടായിരുന്നു, വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ടും അത് നടപ്പിലായിട്ടില്ല. കണ്ണാടി പഞ്ചായത്തിൽ കളിസ്ഥലത്തിന് മുൻ MLA ഷാഫി പറമ്പിൽ തറക്കല്ലിട്ടിരുന്നു. എന്നാൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. രാഹുലും കോൺഗ്രസുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങൾ വിജയിച്ചാൽ എല്ലാം ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും ഇവിടെയും ശരിയായിട്ടില്ല. കഴിഞ്ഞ 3 ടേമായിട്ട് ഷാഫി പറമ്പിൽ ഇവിടെ MLA ആയിട്ട് പാലക്കാട് മണ്ഡലത്തിൽ തുടരുമ്പോൾ കണ്ണാടി പഞ്ചായത്തിനും തീരെ അവഗണനയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് അവിടെ മിനി സ്റ്റേഡിയം നിർമ്മിക്കാമെന്ന് പറഞ്ഞു, കല്യാണ മണ്ഡപം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതൊന്നും പാലിക്കാതെ വെറും പാഴ്വാക്കായിട്ട് പറഞ്ഞു പോവുകയല്ലാതെ തുടർന്ന് വന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനുവേണ്ടി യാതൊരു പുരോഗതിയും കണ്ണാടി പഞ്ചായത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. മാത്തൂർ പഞ്ചായത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണതുൾപ്പെടെ അനിഷ്ട സംഭവങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടായി. എന്നിട്ടും നടപടികൾ വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി. എടുത്തു പറയത്തക്ക ഒരു പദ്ധതികളും മണ്ഡലത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, 2022 ഡിസംബറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതിനു ശേഷം മാസങ്ങളോളം മണ്ഡലം അനാഥമായിരുന്നു. MLA സ്ത്രീപീഡന കേസിൽപ്പെട്ട് ഒളിവിൽ വരെ പോയതോടെ വികസനം പൂർണ്ണമായും വഴിമുട്ടി. കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന പാലക്കാട് വിവാദങ്ങൾക്കപ്പുറം വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വോട്ടർമാർ പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾ വികസനത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമോ? തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി മണ്ഡലത്തിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.